മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലാവിന്റെ ചേലുള്ള ചേല ചുറ്റി ഇശൽ തിലക്കമുള്ള മൂക്കുത്തി അണിഞ്ഞ് നക്ഷത്രപ്രഭയോടെ എത്തുന്ന മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കോമ്പറ്റീഷൻസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് പതിവ് പോലെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഷാൻസ്, ഇത് എന്തു പറ്റിയ കൈക്ക്? ഞാൻ ഒന്ന് ബൈക്കിൽ നിന്ന് വീണതാണ്. ആർക്കും സംഭവിക്കാവുന്നതാണ്, അത്രമാത്രമേ ഉള്ളൂ. വളരെ സൂക്ഷിച്ചൊക്കെ എല്ലാവരും ഹെൽമെറ്റ് ഇടണം, സൂക്ഷിച്ചൊക്കെ ബൈക്ക് ഓടിക്കണം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീ എടപ്പാൾ ബാപ്പുക്ക. സ്വാഗതം സർ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇശൽ സന്ദേശം റൗണ്ടിൽ ആദ്യ ഗാനം നമുക്ക് വേണ്ടി പാടാനെത്തുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ബാദുഷാ. അരുതരുതേ
തിരിച്ചുകുട്ടി ഇശൽ സന്ദേശം റൗണ്ടിലെ സോങ് ആയിരുന്നു അല്ലെ? ആരെ പാട്ട് സെലക്ട് ചെയ്തെന്ന്? ഗുരു ഹനീഫ മുടിക്കോട്. ഹനീഫ മണിക്കൂർ പഠിപ്പിച്ചു തന്നതൊക്കെ? ഹനീഫ് മുടിക്കോടും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്റെ സംഗീതം പഠിപ്പിക്കണ നിസാർ തൊടുപുഴ സാറും പഠിപ്പിച്ചു. നിസാർ സാറും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ? പഠിക്കാനൊക്കെ സമയമൊക്കെ കിട്ടിയായിരുന്നു നല്ലോണം? ഇപ്രാവശ്യം സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ലോണം സമയം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം സുൽത്താൻ പട്ടം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോയി അല്ലെ? തിരിച്ചു പിടിക്കണ്ടേ? കിട്ടോ അറിയില്ല അല്ലെ? പാടി കഴിഞ്ഞാലും എന്ത് തോന്നി? നല്ലോണം പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പാടി. ഇശൽ സന്ദേശമാണ്, നല്ലൊരു മെസ്സേജ് നമുക്ക് ഈ ഒരു സോങ്ങിലൂടെ പാസ് ചെയ്യണം. ശരിക്കും എന്താ പറയാ, എവിടെ നോക്കിയാലും കലാപവും അല്ലെ, ആക്രമണങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ മാറ്റി എന്താ പറയാ, നാനാദേശക്കാര് വസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത് അല്ലെ? അപ്പം ആ ഒരു ഭാരത മൈത്രി കളയാതെ സ്നേഹവും സമാധാനവും ഒക്കെ ഉള്ളൊരു ഭാരത സംസ്കാരം നിലനിർത്തണം. അങ്ങനത്തെ ഒരു മെസ്സേജാണ് അല്ലെ? പാട്ട് അർത്ഥമൊക്കെ മനസ്സിലായായിരുന്നോ ശരിക്കും? ആണോ? ഇതാരാ എഴുതിയെന്നറിയോ? MH വള്ളുവങ്ങാട്. സംഗീതം കൊടുത്തിരിക്കുന്നത്? സംഗീതം അറിയില്ല, നമുക്ക് ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം അല്ലെ? ഓക്കെ, ഫൈസൽ സാർ. സന്ദേശം റൗണ്ടില് അനുയോജ്യമായ ഒരു പാട്ട് തന്നെയാണ് ബാദുഷാ തെരഞ്ഞെടുത്തത്. നമ്മുടെ കാലത്ത് ഇപ്പോഴുള്ള ഇപ്പൊ വൈജീബ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു കാലത്ത് പ്രശ്നങ്ങൾ, കലാപങ്ങൾ. ഈ പാട്ട് എഴുതിയ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നു, ഇതിന്റെ വരികളിൽ നിന്ന് കേരളത്തിൽ വളരെ ഭീകരമായ ചില വിഷയങ്ങൾ, കലുഷിതമായ ഒരു കാലത്താണ് ഈ പാട്ട് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മാപ്പിളപ്പാട്ടുകൾ കാലത്തിന്റെ സന്ദേശം വായിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പാട്ട് ശാഖ തന്നെ സജീവമായി നിലനിൽക്കുന്നത്. MH വള്ളുവങ്ങാട് എന്ന മതപണ്ഡിതനായ കവിയാണ് ഇത് എഴുതിയത്. അദ്ദേഹം ധാരാളം ട്രഡീഷണൽ സ്റ്റൈൽ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദഴവത്തണ്ടലങ്കാരം തുടങ്ങിയ പാട്ട് ഇപ്പോഴും മത്സരവേദിയിലെ കുട്ടികൾ അദ്ദേഹത്തിന്റെ പാട്ട് പാടാറുണ്ട്. മലപ്പുറം ജില്ലയിലെ വള്ളുവങ്ങാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശമെങ്കിലും നാദാപുരത്തിനടുത്ത് ഒരു പള്ളിയിൽ ദർസ് നടത്തുന്ന മതപണ്ഡിതനാണ് അദ്ദേഹം. ധാരാളം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ ഗൗരവമായി ഈ മേഖലയെ കാണുന്ന ഒരു എഴുത്തുകാരനാണ് MH വള്ളുവങ്ങാട്. ഇത് സംഗീതം ചെയ്ത ഈ പാട്ട് മുമ്പേ ഉള്ളതാണ്. മഖത്തൂന എന്ന് പറഞ്ഞ് സയ്യിദ് മുഹമ്മദ് മഷ്ഹൂദ് എന്നൊരു പാട്ടുകാരുണ്ടായിരുന്നു. അയാൾ പാടിയ ഇതേപോലെ ഒരു കവാലി ടൈപ്പ് പാട്ടുണ്ടായിരുന്നു പണ്ട്. ആ പാട്ടിന്റെ ശൈലിയിൽ എഴുതിയ ഒരു പാട്ടാണിത്. റാഫി മഞ്ചേരി ഇത് പാടിയിട്ടുണ്ട്, ഈ പാട്ട് ആദ്യമായി പാടിയത്. ഏതായാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു മെസ്സേജ് പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഗീതമാണ് ഈ പാട്ടിലുള്ള. ഏതായാലും പിന്നെ പാടിയത് വളരെ നന്നായി പാടി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയത്, ഞാൻ ഇതിന്റെ ഒറിജിനൽ കേട്ടിട്ടുണ്ട്, ആ പാട്ടിനേക്കാളും പല കാര്യങ്ങളും ബാദുഷാ സ്വന്തമായി മാറ്റം വരുത്തിയിട്ടുണ്ട്, കോറസിന്റെ കാര്യത്തിലൊക്കെ. മാത്രമല്ല ബാദുഷയുടെ ഒരുപാട് സ്റ്റൈൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ അപ്പോഴാണ് ഈ പാട്ട് കുറച്ചുകൂടി മനോഹരമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായി പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. ബാബുക്ക? ബാദുഷാ നന്നായി പാടിയിട്ടുണ്ട്, നല്ല സന്ദേശമാണ്. ഓക്കെ, താങ്ക് യു സർ. ഷാൻ സർ? ബാദു മോനെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഒന്നാമത് ഭാഷയുടെ കോൺഫിഡൻസ്, അത് ഈ ഒരു പ്രായത്തില് അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് മോനെ എഫേർട്ട്ലെസ് ആയിട്ട് പാടി, നമ്മുടെ അതൊക്കെ വീണു. നന്നായിരുന്നു മോനെ, സൂപ്പർ സൂപ്പറായിരുന്നു. ആകെ ഒരു ആ ബ്രെത്ത് സൗണ്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എത്തിയെടുക്കുന്ന നേരത്ത് മൈക്കൊന്ന് മാറ്റി പിടിക്കുക, വേറെ ഒന്നുമല്ല. ഓക്കെ, താങ്ക് യു ഷാൻ സർ. നല്ല കമന്റ്സാ കേട്ടോ അല്ലേ? ചോദിച്ചാ കറിയാ ചേച്ചിയുടെ അടുത്ത്. ചേച്ചി? ബാദു എന്താ ഞാൻ പറയാൻ തന്നെ, അത്രയും അടിച്ചു പൊളിച്ച് പാടിയിട്ടോ ബാദു. കാരണം ഒരുപാട് സ്ഥലങ്ങള് അത്രയും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ആ മുസൽമാനൊക്കെ ഇടയിൽ ഒരു നല്ലൊരു സുഖമുള്ളൊരു സംഗതിയൊക്കെ വന്നൊന്ന് പാടിത്തരൂ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈകോർത്ത്. അങ്ങനെ ഒരുപാട് സ്ഥലം എനിക്ക് ഇങ്ങനെ എടുത്ത് ഒന്നുകൂടി പാടിപ്പിക്കാൻ സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടാ. അത്ര എനിക്ക് ഇഷ്ടമായി മോനെ. കാരണം 7th മോൻ അത്രയൊരു, നമ്മൾ പറയില്ലേ, ഒരു ഗിഫ്റ്റ് നന്നായിട്ട് അടച്ചാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോവുക. പിന്നെ ഇതൊന്ന് നമുക്കൊന്നൊരു
ഇപ്പൊ ഇത് ഒന്നൊന്ന് വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടൊന്ന് പാടിയേ, പല്ലവി മാത്രം, ഒരു സംഗതി ഇല്ലാണ്ട് ഒന്നും കൊടുക്കാതെ മോൻ. അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതയെ, കൈവിട്ട് പോകരുതേ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ, കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ. അപ്പൊ അതും അങ്ങനെ ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെ എന്താ പറയാ ട്ടാ, നന്നായിട്ട് തന്നെ ഇതുപോലെ കൊണ്ടുപോവാ ട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു റഹന ചേച്ചി. ബാദുഷ കുട്ടിയെ നല്ല എന്താ പറയാ, ഫൈസൽ സാർ പറഞ്ഞ കമന്റ് കേട്ടായിരുന്നോ? ഒറിജിനൽ സോങ്ങില് ഒരുപാട് മോന്റേതായിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? സാറാണ് പഠിപ്പിച്ച് ആണോ? സാറാണ് പറഞ്ഞത് അല്ലെ? അപ്പം ഒറിജിനൽ സോങ് കേൾക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈ മോന്റെ ക്രിയേഷൻ നന്നായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? മാർക്സ് ചോദിച്ചു നോക്കാം. ഓക്കെ, ഫൈസൽ സാർ 28. 28, 30ൽ 28 മാർക്ക്. താങ്ക് യു ഫൈസൽ സാർ. ഷാൻ സാർ 28. 28, 30ൽ 28 മാർക്ക് തന്നെയാണ് ഷാൻ സാർ നൽകിയിരിക്കണേ. രഹന ചേച്ചി ഞാൻ എന്തായാലും ഒരു മാർക്ക് കൂട്ടി കൊടുക്കും. കൊടുക്കണോ? 29. 29, 30ൽ 29 മാർക്ക്. ഇനി 10ൽ എത്ര മാർക്കാ കിട്ടണേ നോക്കാം. ബാബുക്കോട് ചോദിച്ചോക്കാം. ബാബുക്ക 10ൽ എത്ര മാർക്കാ കൊടുക്കുന്നത് ബാദുഷയ്ക്ക്? ബാദുഷ മാർക്ക് എത്ര വേണം? നല്ല മിടുക്കനായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാ പാടി അല്ലേ? അല്ലേ ബാദുഷ? ചോദിച്ചു നോക്ക്, 10 മാർക്ക് തരുമെന്ന് ചോദിച്ചു നോക്ക്. എത്ര മാർക്ക് വേണം? 10. 10 തരാൻ പറ്റൂല, എന്തായാലും 9 മാർക്ക്. 10ൽ 9 മാർക്കാണ് ബാബുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ സ്കോർ 100ൽ 94 മാർക്ക്. കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മള് എന്താ പറയാ, എല്ലാ പ്രാവശ്യം സുൽത്താനായിരുന്നു. കഴിഞ്ഞ ഷെഡ്യൂളിൽ നമുക്ക് അത് മിസ്സായി പോയി. തിരിച്ചു നമുക്ക് പിടിക്കാനുള്ള ശ്രമത്തിലാണിത് അല്ലേ? നല്ല മാർക്കല്ലേ? സന്തോഷായോ? സന്തോഷായി. അപ്പൊ ഇനി നെക്സ്റ്റ് റൗണ്ടില് ഇതേപോലെ തന്നെ ഗ്രാഫ് താഴൊന്നും ചെയ്യാണ്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അടിച്ചു പൊളിച്ച് പാടുക. ഇതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബാദു 94 മാർക്സ് കിട്ടിയിരിക്കുന്നേ അല്ലേ? വൺ ഓഫ് ദ ടോപ്പ് സ്കോർ ആണ് ഇതുവരെ ഉള്ളതിൽ. എന്താ പറയാനുള്ള?